ഈ ഒരു യാത്ര മൂന്നാറിലേക്കാണ് പോകുന്നത്. വീട്ടിലുള്ള ആളുകളെല്ലാം കൂട്ടിയിട്ട് നമ്മൾ പോകുന്നത് ഡ്രീം വാലി എന്ന് പറയുന്ന വട്ടവടയിലുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്തുള്ള റിസോർട്ടാണ്. വളരെ പ്രകൃതി ഭംഗി കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉയർന്ന സ്ഥലത്തുള്ള ഒരു റിസോർട്ടാണ് ഡ്രീം വാലി റിസോർട്ട്. വളരെ ഭംഗിയുള്ള ഈ റിസോർട്ടിലെ ഒരു സ്റ്റേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വട്ടവടയിലേക്ക് പോകുന്നത്. മൂന്നാറിൽ നിന്നും ഏകദേശം 1 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട് വട്ടവടയിലേക്ക്. പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു കാർഷിക ഗ്രാമം കൂടിയാണ് വട്ടവട പറഞ്ഞ സ്ഥലം. അപ്പോൾ അതിലേക്കുള്ള യാത്രകളും വളരെ മനോഹരമായിരുന്നു. കാലത്ത് 6 മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 8 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട് വട്ടവട പറഞ്ഞ സ്ഥലത്തേക്ക്. മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം കൂടിയും ഡ്രൈവ് ഉണ്ട് വട്ടവട പറഞ്ഞ സ്ഥലത്തേക്ക്. ചായ നല്ല പ്രകൃതി ഭംഗിയുള്ള അത്യാവശ്യം ഉയരത്തിലുള്ള റിസോർട്ടുകളിലേക്കൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എത്തുന്ന സമയത്തുള്ള റോഡുകൾ ചെറുതും അതുപോലെ കുറച്ച് ഓഫ് റോഡ് ടൈപ്പൊക്കെ ആയിരിക്കും. എങ്കിലും നമുക്ക് വണ്ടിയൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റിയ ഒരു റിസോർട്ട് തന്നെ ആയിരുന്നു. ചെറിയ റോഡുകളും ചെറിയൊരു ഓഫ് റോഡൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വണ്ടി സുഖമായിട്ട് എല്ലാ വണ്ടികളും അവിടെ എത്തുന്ന ഒരു റിസോർട്ട് തന്നെയാണ് ഈ ഡ്രീം വാലി എന്ന് പറയുന്ന ഈ ഒരു റിസോർട്ട്. ഇവിടുന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ആ കാഴ്ച കാണാം. ഒരുപാട് വലിയ റിസോർട്ടൊന്നുമല്ല, ഒരുപാട് റൂംസൊന്നും ഇല്ല. അത്യാവശ്യം കുറച്ച് റൂംസുകളൊക്കെ ആയിട്ട് വളരെ ഭംഗിയുള്ള റിസോർട്ട്. കോംപ്ലിമെൻ്ററി നെല്ലിക്കരിഷ്ടം. വെൽക്കം ഡ്രിങ്ക് ഏതരിഷ്ടമാണ്? മുത്താരിഷ്ടോ അതോ ദശമൂലരിഷ്ടോ നെല്ലിക്കരിഷ്ടോ? അപ്പോൾ ഈ റിസോർട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങിലുള്ള റൂംസും അതുപോലെ ടെൻറ്റ് സ്റ്റേ ആയിട്ടുള്ള റൂംസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു 5,000-6,000 റേഞ്ചിലൊക്കെയാണ് റൂംസിന് ചാർജ് വരുന്നത്. അതുപോലെ ഇവിടുത്തെ പൂള് എന്ന് പറഞ്ഞാൽ നല്ല പ്രകൃതിയിലേക്കുള്ള ഒരു കാഴ്ചയോടുള്ള ഒരു ഇൻഫിനിറ്റി ടൈപ്പ് പൂളാണ്. മൂന്നാറിൽ നിന്നും 50 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ എത്തുന്ന വട്ടവട എന്ന മനോഹരമായ കാർഷിക ഗ്രാമമാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അവിടെയുള്ളൊരു മിലിറ്ററി ടെൻറ്റ് സ്റ്റേയിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ളത്. അതുപോലെ റിസോർട്ടിൻ്റെ മറ്റുള്ള റൂംസൊക്കെ വരുന്നതിന് മുകളിലാണ്. അപ്പോൾ അത് നമുക്ക് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ ഭംഗി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു നേച്ചറാണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളൊരു കാഴ്ച വളരെ മനോഹരമാണ്. അപ്പോൾ ഈ കാണുന്ന ടെൻറ്റ് സ്റ്റേ മിലിറ്ററി ടൈപ്പ് ടെൻറ്റ് സ്റ്റേ ആണ്. അത്യാവശ്യം നോർമൽ ഒരു ടെൻറ്റ് സ്റ്റേ അല്ല, ഒരു ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള ഒരു ടെൻറ്റ് സ്റ്റേ ആണ്. അത്യാവശ്യം ഉള്ളിലെ സൗകര്യങ്ങളൊക്കെ അത്യാവശ്യം ലക്ഷ്യൂറിയസ് തന്നെ ആയിരുന്നു. റൂംസും ബെഡ്സും അതുപോലെ ബാത്റൂംസും അതിനുള്ളിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം സൗകര്യങ്ങളുള്ള അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു റൂംസ് തന്നെ ആയിരുന്നു.
അതുപോലെ എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനുള്ളിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റൂംസിന് ചാർജ് വരുന്നത് 6000 റുപ്പീസാണ്. അപ്പോൾ എക്സ്ട്രാ ബെഡ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു റൂംസ് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇൻക്ലൂഡഡ് ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. നോർമൽ റൂംസിനാണെങ്കിൽ 5000 6000 ആണ് മറ്റുള്ള റൂമിനും വരുന്നത്. വട്ടവടയിലെ ഡ്രീം വാലി റിസോർട്ടിലാണ്. അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ ഉള്ള റിസോർട്ടാണ്, അടിപൊളി ആംബിയൻസും കൂടിയാണ്. അപ്പോൾ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ കാണുന്നത് റൂംസാണ്, അതുപോലെ ഈ സൈഡിലുള്ളതും റൂംസാണ്. അതുപോലെ ഈ ഫ്രണ്ടേജിൽ കാണുന്നതാണ് റിസപ്ഷൻ. പിന്നെ ഈ ഒരു ഭാഗത്താണ് വീടായിട്ടുള്ള ഒരു ഫാമിലിക്കൊക്കെ വന്നാൽ നിൽക്കാൻ പറ്റിയിട്ടുള്ള വീടായിട്ടുള്ള സ്റ്റേ വരുന്നത് ഇവിടെയാണ്. ഈ കാണുന്നതാണ്. ഇതിലാണെങ്കിൽ 3 റൂംസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു 3 ഫാമിലിയൊക്കെ വരികയാണെങ്കിൽ നിൽക്കാൻ പറ്റിയൊരു വീടാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് പൂള് വരുന്നത്. താഴോട്ടുള്ള സ്റ്റെപ്പ് ഇറങ്ങിയ റെസ്റ്റോറൻ്റാണ്. എന്താണ് ഗണ്ണൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് 3 വാല്യൂ വ്യൂ ടൈപ്പ് റൂംസും അതുപോലെ ഒരു ടെൻറ്റ് സ്റ്റേ ആയിരുന്നു, മിലിറ്ററി ടെൻറ്റ് സ്റ്റേ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ റൂമൊക്കെ എടുക്കുന്ന സമയത്ത് നോർമൽ റൂമൊക്കെ എടുക്കുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ എടുക്കാൻ നോക്കുക. കാഴ്ചകളിലേക്കൊക്കെ നോക്കി ഇരിക്കാൻ പറ്റിയൊരു സംവിധാനമുള്ള റൂമുകളാണ് അതൊക്കെ. നീ ചാടണില്ലേ? ചാടണില്ലേ? ഇതെന്താണ് ഒരാൾ വരച്ച് ഇവിടെ ഇരിക്കണു. ചാടിക്കോളി പോയില്ലേ? ചാടുന്നില്ലേ? അനിയപ്പയും കുട്ടികളുമായി ഉല്ലസിക്കുന്നു. ഈ പൂള് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ്. കാരണം പ്രകൃതിയിലെ മഞ്ഞും അതുപോലെ മലകളിലേക്കൊക്കെ നോക്കി ഇങ്ങനെ പൂളിലിരിക്കാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മലൻ്റെ താഴ്വാരത്തായിട്ട് ഇതുപോലെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ സ്വിമ്മ് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ അങ്ങോട്ട് പോകുന്നോളി. ഇതിലൊരു തണുക്കണുണ്ടോ? ക്ലോസ് ചെയ്യാനായിക്കണു. അപ്പോൾ ലാസ്റ്റ് ജമ്പിങ് ആണ്. ജമ്പ്. എന്താ പരിപാടി? ബിസ്ക്കറ്റൊക്കെ ഉണ്ടല്ലോ. ആണോ? ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഇന്നത്തെ ക്യാമ്പ് ഫയർ പിരിച്ചിട്ടിരിക്കുന്നു. 1 മണിക്കൂറായിരുന്നു ക്യാമ്പ് ഫയർ. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് തീരുകയാണ്. ഞാൻ അടുത്ത ഫുഡിങ്ങിൻ്റെ സെക്ഷനാണ്. അപ്പോൾ പോവാം ഫുഡിങ്ങിൻ്റെ അടുത്ത്. ഡിന്നർ നമുക്ക് റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്ത് തരുന്നതാണ്. അതുപോലെ ഫുഡൊക്കെ കഴിച്ച് വന്നു കഴിഞ്ഞാൽ ഈ വ്യൂ പോയിന്റിൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് ടെൻറ്റിലേക്കോ അല്ലെങ്കിൽ റൂംസിലേക്കൊക്കെ നമുക്ക് പോകാവുന്നതാണ്. കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ സംഭവം അടിപൊളിയാണ്. അതുപോലെ ക്യാമ്പ് ഫയർ നടന്നിരുന്ന സ്ഥലമാണ് താഴത്ത് കാണുന്നത്.
മോർണിംഗ് എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്നാൽ നല്ല മഞ്ഞൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ചിരിക്കാവുന്നതാണ്. ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെന്ന സമയത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ക്ലൈമറ്റൊക്കെ ഒരു അടിപൊളിയായിരുന്നു. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു പ്ലേയിങ് ഏരിയയും കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത്. വാലി വ്യൂ ഉള്ള റൂംസ് കൂടാതെ കാണുന്ന ടെൻറ്റ് സ്റ്റേസ് ആണ് ഇതൊക്കെ. അത്യാവശ്യം ലക്ഷ്വറിയസ് ആയിട്ടുള്ള ടെൻറ്റ് സ്റ്റേകളാണ്. ഇതിനുള്ളിലെ സൗകര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് താഴോട്ടാണ്. ഈ റിസോർട്ട് നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്താണ് ആ ടെൻറ്റ് സ്റ്റേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ റൂംസ് തന്നെയാണ്. ഇവിടുത്തെ ലക്ഷ്വറിയസ് ആയിട്ടുള്ള റൂംസാണ്. ഒരു 5000 മുതൽ 6000 വരെയാണ് ഇതിൻ്റെയൊക്കെ റേഞ്ച് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ തുടങ്ങി. അതെന്താണിത് മൊത്തം എടുത്തുകൊള്ളല്ലോ. അമ്മയൊക്കെ നല്ല പോളിങ്ങിലാണല്ലോ. ഓംലേറ്റ്, പഴം, പൂരിയല്ലേ, ഭട്ടൂര. നമ്മള് കുറവാണല്ലോ, തോനെ കൊടുത്തോ? അത് ജ്യൂസ്, കോഫി, ടീ. ഇതിലാണെങ്കിൽ ഓംലേറ്റും, അപ്പം, അതുപോലെ പൂരി അല്ലേ, ഭട്ടൂര, അതുപോലെ പഴമുണ്ട്, നേന്ത്രപ്പഴം. കഴിഞ്ഞ നീച്ച എല്ലാവരും കഴിഞ്ഞ നീച്ചണില്ലേ? അൺലിമിറ്റഡ് ആയിട്ട് എണീക്ക കഴിഞ്ഞു മതി. മുകളിലുള്ള ബിൽഡിംഗ് ടൈപ്പുള്ള വാലി വ്യൂ റൂമാണ് 3 എടുത്തിട്ടുണ്ടായിരുന്നത്. താഴെയുള്ള ടെൻറ്റ് സ്റ്റേ 1 എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞങ്ങളായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ടും കാണാനൊക്കെ വേണ്ടിയിട്ടായി ഇറങ്ങിയ സമയത്ത് എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. അപ്പോൾ മൊത്തം ഫാമിലിനെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ കൂടിയായിരുന്നു ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ ഒക്കെ. മൂന്ന് മരുമക്കളുടെ സ്നേഹബന്ധം ആ ഒത്തൊരുമയും കണ്ടിട്ട് അന്താളിച്ച് നിൽക്കുകയാണ്. ഇതെന്താണ് സംഭവം എന്ന് എഴുതിയിട്ട് നിൽക്കുകയാണ് നമ്മളമ്മ. അപ്പോൾ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്നേഹബന്ധങ്ങളൊക്കെ എന്നും നിലനിൽക്കട്ടെ. ഇപ്പോൾ ഏകദേശം 11 മണിയായപ്പോഴേക്കും നമ്മൾ ചെക്കൗട്ട് ടൈം ആയി. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ഇതിൻ്റെ ഒരു പാർട്ട് 2 ചെറിയൊരു വീഡിയോയും കൂടി ഉണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.